നമസ്കാരം. അവസാനം ബംഗ്ലാദേശിനൊരു സർജിക്കൽ സ്ട്രൈക്ക് കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ. പല സർജിക്കൽ സ്ട്രൈക്കും പല സമയത്ത് ഇന്ത്യ ബംഗ്ലാദേശിന് കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം ഡാം തുറന്നു വിട്ടു, പക്ഷെ അത് നമ്മുടെ ഫോൾട്ട് അല്ലായിരുന്നു. നമ്മളിവിടെ മഴ നിറഞ്ഞു ഡാം നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം മുങ്ങിപ്പോവില്ലേ? അതുകൊണ്ട് നമ്മൾ തുറന്നു വിട്ടു. അപ്പൊ ബംഗ്ലാദേശ് ചോദിച്ചു, എന്താടാ നിങ്ങൾ ഞങ്ങൾക്ക് മുന്നറിയിപ്പ് തരാത്തത്? അത് ഞാൻ മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് ഞാൻ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഫോൺ പ്രവർത്തിച്ചില്ല, അതുകൊണ്ടാണ് മുന്നറിയിപ്പ് തരാത്തത് എന്ന് ഇന്ത്യ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി രണ്ടാമത് അദാനിയുടെ $800 മില്യൺ നമ്മൾ അങ്ങോട്ട് വൈദ്യുതി നിന്നാണല്ലോ അദാനിയുടെ പ്ലാൻ ചെയ്യുന്നത്. ആ വൈദ്യുതി തന്ന പൈസ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വേണം എന്ന് ചോദിച്ചിട്ടുണ്ട്. അതോടുകൂടി ബംഗ്ലാദേശ് ഒന്ന് മുറുകി. പിന്നെ മൂന്നാമത്, ഇനി നിങ്ങളുണ്ടല്ലോ ഇങ്ങോട്ട് ചികിത്സിക്കാൻ പറ്റണ്ട, പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് തരുന്ന മരുന്നുണ്ടല്ലോ അത് ഞങ്ങൾ തരാനായിട്ട് പോകുന്നില്ല എന്ന് ഇന്ത്യ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരുടെ 20,000 വിസകളാണ് ഇന്ത്യ ചാവുട്ടി കൂട്ടിയെടുത്ത് തോട്ടിലിട്ടിരിക്കുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ബംഗ്ലാദേശിൽ ധാക്ക എന്ന് പറയുന്ന അവരുടെ തലസ്ഥാനത്ത് അവിടെ ഇന്ത്യൻ അംബാസിഡർക്ക് നേരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇവന്മാർ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സത്യം പറഞ്ഞാൽ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ ഒരു അഫ്ഗാനിസ്ഥാന്റെ ലെവലിലോട്ട് എത്താനുള്ളൊരു പ്രയത്നമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദുർഗാ പൂജ, നേരത്തെ ഷേഖ് ഹസീന അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ദുർഗാ പൂജ എന്ന് പറയുന്ന നമ്മുടെ പരിപാവനമായ ആചാരത്തിന് നേരെ അങ്ങ് ആക്രമണങ്ങൾ നടക്കുമായിരുന്നു. ഇസ്കോൺ ടെമ്പിളുകളൊക്കെ ആക്രമിക്കപ്പെടുകയായിരുന്നു. പക്ഷെ കടുത്ത നടപടി അതിനുശേഷം വരുമായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോ പരസ്യമായിട്ട് തെരുവിലിറങ്ങി ഈ പൂജ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയും അതിൻ്റെ ആൾക്കാരും കുറെ കിടിപിടികളും പിന്നെ കുറെ നമുണ്ടുകളും അവിടെ അവലും മലരും കുന്തിരിക്കുകയും ഒക്കെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ തെരുവിൽ ഇങ്ങ് നടപ്പുണ്ട്. ഇവിടെ ഈ സാധനം വേണ്ട എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ അവന്മാരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഷേഖ് ഹസീന പറഞ്ഞ ഒരു സംഭവം, അതായത് ബംഗ്ലാദേശ് പട്ടാളത്തിൽ സ്ത്രീകൾ സേവനമനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഹിജാബ് വേണ്ട എന്നാണ് ഷെയ്ഖ് ഹസീന അന്ന് വെച്ചിരുന്ന റൂള്. പക്ഷെ ഇപ്പോ സമാധാനത്തിന്റെ വെള്ളരിപ്രാവായിട്ടുള്ള ഈ വേട്ടാവളിയൻ യൂനിസ് കയറിയതിന് ശേഷം ഇവൻ അത് സ്ട്രിക്റ്റ് ആക്കിയിരിക്കുകയാണ്. അതായത് ഈ ഹിജാബ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്, അത് ഇട്ടില്ലെങ്കിൽ സേവനത്തിൽ നിന്ന് പിടിച്ചു പുറത്താക്കും എന്നാണ് ഇവൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യവും അവിടെ നിലവിൽ ആസന്നമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, അവിടെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന നമുക്കറിയാം ഒരു പുരോഗമന സമൂഹം വളർന്നു വരുന്നു എന്ന് ഷെയ്ഖ് ഹസീനയുടെ റൂളിൽ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു രാജ്യമായിരുന്നു. എങ്കിലും മതത്തിന്റെ ആ ഒരു ഭീകരമായിട്ടുള്ള കറ ആ ബംഗ്ലാദേശിന്റെ ഏറ്റവും അടിത്തട്ടിൽ അതിഭീകരമായിട്ട് പൊതഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അതാണ് ഇപ്പൊ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ചളിയുടെ രൂപത്തിൽ. അപ്പോ കഴിഞ്ഞ ദിവസം തൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്ന ഒരു ആർട്ടിസ്റ്റ്, ബംഗ്ലാദേശുകാരിയാണ് അവരെന്നാണ് മനസ്സിലാക്കുന്നത്, അവരെ തടഞ്ഞു വെച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ബർത്ത്ഡേ ഇവിടെ ആഘോഷിക്കുന്നു എന്നുള്ള ചോദ്യം ചോദിച്ച് അവരെ മൊളസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. ഈ വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അപ്പൊ ഈ വീഡിയോ പുറത്തു വന്ന ആ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് എക്സ് പ്ലാറ്റ്ഫോമുകളിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നടക്കുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതായത് ബംഗ്ലാദേശ് പരിപൂർണമായിട്ട് ഒരു മതരാജ്യമായിട്ട് പരിണമിക്കാനുള്ള സകല കാര്യങ്ങളും എടുത്തുകൊണ്ടുള്ള പ്രയത്നത്തിലേക്ക് മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണ്. ബംഗ്ലാദേശ് ജനങ്ങൾ പൊറുതിമുട്ടുകയാണ് എന്നാണ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. ബംഗ്ലാദേശിന്റെ തെരുവുകളിൽ അങ്ങിങ്ങ് പല പല പ്രകടനങ്ങൾ നടക്കുന്നു. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണം അഴിച്ചുവിടാനുള്ള ഒരു വലിയ രീതിയിലുള്ള ത്വര യുവമാർക്കിടയിൽ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ഫ്ലഡ് വന്ന സമയത്തുണ്ട് ബംഗ്ലാദേശിന്റെ 8 ജില്ലകളിൽ ഫ്ലഡ് വന്നു. ഈ ഫ്ലഡ് വന്ന സമയത്ത് ന്യൂനപക്ഷങ്ങളോട് ജമാഅത്തെ ഇസ്ലാമി ആഹ്വാനം ചെയ്തൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഫ്ലഡ് റിലീഫ് കിട്ടണമെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഈ പ്രളയ ദുരിതാശ്വാസം കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മതം ഉപയോഗിച്ച് ഞങ്ങളുടെ മതത്തിലേക്ക് വരണം എന്നാണ് യുവമാർ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഇവിടെയുണ്ട്. യുവമാർക്ക് ഇവിടെ ഒരു പത്രമുണ്ട്, ഒരു ചാനലുണ്ട്. യുവമാർ ഇവിടെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് ചമഞ്ഞുകൊണ്ടിരുന്ന് അവിടെയുള്ള ബംഗ്ലാദേശിലെ ഈ ജമാഅത്തെ ഇസ്ലാമിയെ വസന്തം വന്നു എന്ന് പറഞ്ഞാണ് യുവമാർ ഇവിടെ വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വന്നപ്പോൾ വിസ്മയം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊക്കെ നമ്മുടെ രാജ്യത്തേ നടക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ബംഗ്ലാദേശിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഇങ്ങോട്ട് ബംഗ്ലാദേശിലേക്ക് വരാനുള്ള 20,000 പേരുടെ വിസ കൂടെ മടക്കിയ ശേഷം അവിടെയുള്ള വിദ്യാർത്ഥികൾ അവർ പോലും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇപ്പൊ ബംഗ്ലാദേശിൽ മരുന്ന് കിട്ടാനില്ല, ഇൻഫ്ലേഷൻ 17%. ബംഗ്ലാദേശ് കുത്തുവാള എടുത്തിരിക്കുകയാണ്, പതിയെ പതിയെ പട്ടിണിയിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട്
ഇങ്ങോട്ടേക്ക് ചാടാനായിട്ട് ഇവന്മാർക്ക് വേറെ ഒരു രാജ്യവും വിസ കൊടുക്കില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇങ്ങോട്ട് പഠിക്കാനായിട്ടൊക്കെയാണ് അവിടെയുള്ള വിദ്യാർത്ഥികൾ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ കഞ്ഞിയിലൂടെ പാറ്റയിടുന്ന സെറ്റപ്പാണ് ഇവന്മാർ അവിടെ നടത്തിയിരിക്കുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരമാണ് 20,000 ബംഗ്ലാദേശികളുടെ പാസ്പോർട്ടുകൾ തിരികെ ലഭിച്ചതായിട്ട് ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അറിയിച്ചത്. ഈ ഹൈക്കമ്മീഷനിലേക്ക് വ്യാപകമായ പ്രതിഷേധങ്ങളുടെയും ഭീഷണികളുടെയും പശ്ചാത്തലത്തിലാണ് ഇന്ത്യ ഈ നീക്കം നടത്തിയിരിക്കുന്നത്. ഇങ്ങനെ റിപ്പോർട്ടുകൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ബംഗ്ലാദേശ് പൗരന്മാർക്കായിട്ടുള്ള വിസ സേവനങ്ങൾ അനിശ്ചിതകാലത്തേക്ക് ഇന്ത്യ സസ്പെൻഡ് ചെയ്തേക്കും എന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇത് നിരവധി അപേക്ഷകരെയാണ് അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുന്നത് എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി അടുത്തതായിട്ട് ഇത് പരാമർശിച്ച് മെഡിക്കൽ എമർജൻസി, സ്റ്റുഡന്റ് വിസ, മൂന്നാം രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള ഡബിൾ എൻട്രി വിസകൾ തുടങ്ങിയ ഒഴിവാക്കലുകൾ ഉൾപ്പെടുന്ന പരിമിതമായിട്ടുള്ള അടിയന്തര വിസ എന്ന് പറയുന്ന വേറൊരു സെറ്റപ്പ് ഉണ്ട്. ആ അഭ്യർത്ഥനകൾ മാത്രമാണ് നിലവിൽ പ്രോസസ്സ് ചെയ്യുന്നത് എന്നാണ് പല ആൾക്കാരും പറയുന്നത്. അതായത് അടിയന്തരമായിട്ടുള്ള ചില വിസകളുണ്ട്, അത് മാത്രമാണ് ഇപ്പോൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ബംഗ്ലാദേശികളുടെ വിസ തടയുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പവർ എന്താണെന്ന് അറിയാമല്ലോ. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നരേന്ദ്രമോദി ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമേജ് എന്താണെന്ന് അറിയാലോ. നമ്മൾ ഏറ്റവും സമാധാനം കാക്ഷിക്കുന്ന ഒരു രാജ്യമാണ്. ഇസ്രായേലും ഹമാസും ഇറാനും എല്ലാം യുദ്ധരംഗത്തെത്തുമ്പോഴേയും നമ്മൾ ആരുടെ ഭാഗത്തും ചേരാതെ നമ്മൾ ഫലസ്തീനികൾക്ക് ഡിസാസ്റ്റർ റേറ്റ്സും കൊടുക്കും, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. നമ്മൾ റഷ്യ യുക്രൈൻ യുദ്ധം നിർത്താനായിട്ട് തടുക്കാനായിട്ട് കഴിയുന്ന ഒരേ ഒരു രാജ്യമാണ്. അത്രയ്ക്ക് സമാധാനം കാക്ഷിക്കുന്ന ഒരു രാജ്യം വേറൊരു രാജ്യത്തിന്റെ വിസ നിഷേധിക്കുന്നു എന്നറിയുമ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങളുമാർക്ക് വിസ കൊടുക്കൂ എന്നുള്ള ഭയത്തിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിലുള്ള പല ആൾക്കാരും. കാരണം ഇന്ത്യയുമായിട്ടൊരു സഹകരണം ഇല്ലാത്തൊരു രാജ്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ വേറെ ഒരു രാജ്യങ്ങളും അവന്മാർക്ക് വിസ കൊടുക്കില്ല. അവന്മാരാണെങ്കിൽ UK-ലും US-ലും ഒക്കെ ഒരുപാട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ടീമുകളാണ് ഈ ബംഗ്ലാദേശിലുള്ളത്. അങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ബംഗ്ലാദേശിനെ കുടുക്കിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യ. ഇത് ഇന്ത്യ കൊടുക്കുന്ന അടുത്തൊരടിയാണ്. ഇനിയും തലപൊക്കി കഴിഞ്ഞാൽ ഇനി വലിയ ഒരു അടി വരാനിരിക്കുന്നേ ഉള്ളൂ. ഇവന്മാർ പറയുന്നുണ്ട് ഇന്ത്യയിലെ വെസ്റ്റ് ബംഗാൾ പിടിച്ചെടുക്കും, നിങ്ങൾ ഓടിവാ, കാത്തിരിക്കുകയാണ് സീരിയസ് ആയിട്ട്. രാജ്നാഥ് സിംഗ് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് പാകിസ്ഥാനിലോട്ട് പിന്നെ ഒന്ന് നിന്നെയൊക്കെ കരുതിയിട്ടാണ്. അതായത് സൈന്യം സജ്ജമായി നിന്നുകൊള്ളാം, ഏത് നിമിഷം എന്ത് സംഭവിക്കാം, നമ്മൾ എന്തിനും തയ്യാറായി നിന്നുകൊള്ളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ ഇങ്ങോട്ട് കയറി ആക്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ ഇങ്ങോട്ട് ചൊറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിച്ച് ഇടിച്ച് ഉറക്കും എന്നാണ് കഴിഞ്ഞ ദിവസം ജയശങ്കർ UN കൗൺസിലിൽ ചെന്ന് പ്രസംഗിച്ചത്. അതായത് അതിർത്തി കടന്ന് ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കില്ല എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കില്ല. റിപ്പോർട്ടും ഒന്നും നോക്കാനായിട്ട് കാത്തിരിക്കില്ല. ഒരു UN-ഉം ഇല്ല, ഒരു ലോകരാജ്യങ്ങളും ഇല്ല. നമുക്കൊരു ചൊറിച്ചിൽ ഇങ്ങോട്ട് അവന്മാർ അതിർത്തി കടന്ന് എന്തെങ്കിലും ഒരു വെടിയുണ്ടെങ്കിലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവന്മാരുടെ തലസ്ഥാനത്ത് പോയിട്ട് അടിച്ചു വരും എന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം UN-ൽ ജയശങ്കർ പ്രസംഗിച്ചത്. അപ്പോൾ ബംഗ്ലാദേശിനും കൂടെ ഇതൊരു പാഠമാണ്. ഈ വാക്കുകൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ജയശങ്കർ അത് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ബംഗ്ലാദേശിലുള്ള ആൾക്കാർ ഇനി ഇങ്ങോട്ടേക്ക് കടക്കണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്. അപ്പം ശരി.